എവിടക്കാണ് ഓടുന്നത്? എന്തിനു ഓടുന്നത്? ഓടല്ലടാ, ഞാനേ ഇമ്മ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ടേ പൗണ്ട് എടുത്തിന്ന്. ഏതാ വളവത്തി എന്നിട്ട് എല്ലാരോടും പറയൂ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യൂല, ഇക്കതൊന്നും ഇഷ്ടല്ല, ആറാമാണ് എന്നൊക്കെ പറയൂട്ടാ. എന്നിട്ട് എന്നോട് പറയാനേ അവിടെ ഞങ്ങളെ അയൽവാസിന്റെ കൂടെ പോയിട്ട് പൗഡർ, ഞങ്ങളുടെ പൗഡറൊക്കെ കഴിഞ്ഞിരിക്കണ്, പൗഡറൊക്കെ എടുത്തിട്ട് ഇമ്മ കൊടുന്ന്. ഇമ്മ അങ്ങനെ സുന്ദരി അവിടെ ആ പൗഡറൊക്കെ ഞാൻ ഇട്ട്. അത് ശരി, ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു എന്താ മുഖത്ത് കുമ്മായിരം തേച്ചാണ് വിചാരിച്ചു. കുമ്മായല്ല, അതിന് ഇമ്മനെ വടിയെടുത്ത് അടിക്കാൻ വന്ന്. അതിന് ഉമ്മാനെ വിളിക്കണതിനാ? ഉമ്മാനെ വിളിക്കാതെ വാപ്പാനെ വിളിക്കാതെ വാപ്പ വെച്ച് പോയില്ലേ. ശരി, അടിക്കാൻ വരുമ്പോ ഉമ്മാനെ വിളിച്ചു ഓടുന്നു. പിന്നെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വിളിക്കായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്തായാലും കുഞ്ഞപ്പ പൗണ്ടറൊക്കെ കഴിച്ചല്ല. എന്നിട്ട് ഉമ്മ പറയും എന്നോട് കട്ടാതെ ഞാൻ ഓർക്ക് എങ്ങനെ കൊടുക്ക. അങ്ങോട്ട് നോക്കണത് അമ്മ വരുന്നൊന്നുമില്ല. അമ്മ വരില്ലേ? ആ ഇവരോടൊന്ന് കൊടുന്നാന്ന് തോന്നുന്നു, പിന്നാലെ ഓടി മടുത്തുണ്ടോ കൊടുന്നതാന്ന് തോന്നുന്നു പൗഡർ. ആശാത്താന്റെ ഇപ്പൊ വലിയ വീടൊന്നും ഇല്ല, ഇപ്പൊ വലിയ അടുപ്പൊന്നും ഇല്ല. മറ്റേ ആശാത്താനോടൊക്കെ എപ്പോഴും പോയിന്നേ. ഇപ്പൊ അടുത്ത് കൊടുത്തിട്ട് പൗഡർ എന്നിട്ട് ഇമ്മ എന്നെ അടിക്കാൻ വന്ന് നിക്കണ്. പൗഡറൊക്കെ ഞാൻ അടുത്തിട്ട് ഇമ്മ മാത്രം അങ്ങനെ സുന്ദരിയാവണം, ഇക്കും സുന്ദരന്റെ ആവണം. എന്നിട്ട് സുന്ദരനാവാൻ ഇത്ര തോനെ പൗഡർ വേണോ? ഇത്ര തോന്നിട്ട് എന്തിനാ? നന്ന് പറയും നമ്മക്ക് മേക്കപ്പ് ചെയ്യാന്നും പാടില്ലാന്ന്. അവിടെ വരുന്നുണ്ടാ? ഇല്ല, വരുന്നില്ല. അവർ നോക്കുന്നുണ്ട്. ഇന്നെ കണ്ടിക്കണ എന്താ ചാണ്ടാ കല്യാണം ഉണ്ട്. അത് ഞങ്ങള് മൂത്തുമാർക്ക് പോയപ്പോളേ മൂത്തുമാരുടെ കല്യാണം പറയാൻ വേണ്ടി വന്നു, ബാപ്പാന്റെ കുടുംബക്കാര്. അപ്പൊ അവിടുന്ന് പറഞ്ഞതാണ് ഞാനാണ്ട് വരുന്നില്ല, ഈ ചക്കനെയും കൂട്ടി പോരേന്ന് അറിഞ്ഞ ഉമ്മാനോട്. അമ്മായിയെ ചക്കനെയും കൂട്ടി വരേ. അപ്പൊ ഉമ്മ പറയും മോനെ ഞങ്ങളെ ബാപ്പാന്റെ കുടുംബക്കാരുണ്ടല്ലോ, പണ്ടമാന കുടുംബക്കാരുണ്ട്, ആയ കാലത്ത് ബാപ്പൊക്കെ എല്ലാം കൊടുത്തിരുന്നു. കൊടുത്തതിന് പറയല്ല, എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇപ്പൊ ഒരു കല്യാണം കളിയാട്ടായാലൊന്നും ഞങ്ങളോട് പറയില്ല. അതെന്താ മുത്തുമാട് എണിമാടും ഇനിമാടൊക്കെ ചെന്ന് പറയും. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പെരിയും പിന്നെ പാകല്ലല്ലോ. അപ്പൊ ഒരു പാകമുള്ളടത്ത് നോക്കി പറയാണ്. അപ്പൊ ഇനി ഉമ്മാന് മുത്തമാടെ പോയപ്പോ കണ്ടപ്പോ പറഞ്ഞതാണ് കല്യാണത്തിന് പോരേന്ന്. അപ്പൊ ഉമ്മ അറിയാളാ ഞാൻ പോവൂല ഏതേന്ന് ഇമ്മ നെല്ലും ഇമ്മ പറയാ നെല്ലൊക്കെ കൊട്ടിയിരുന്നേ. നെല്ലൊക്കെ കണ്ടിട്ടും കാണാതൊക്കെ അമ്മ കൊട്ടിന്ന്. ഇമ്മ വെച്ചാതായിട്ട് പഠിച്ച റബ്ബാൻ സത്യം ഒരു മനുഷ്യൻ കടന്നു നോക്കിയില്ല. കുറച്ചാൾക്കാരൊക്കെ കടന്നു നോക്കി, വല്ലാതെ ആൾക്കാരൊന്നും കടന്നു നോക്കിയില്ല. പാപ്പുള്ള കാലത്ത് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ആള് വരിക? ഉമ്മാനത് കൊടുക്കാൻ കഴിച്ചിട്ട് കാര്യം കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക, അപ്പൊ ആളൊക്കെ വരും. പൈസ ഉണ്ടാക്കാൻ നോക്കാം. ആള് വരണ്ട, ഞങ്ങൾ ചായ കൊടുത്ത് മുടിയും. അല്ല എന്നാലും പൈസ ഒക്കെ ഉണ്ടായാലും ഇപ്പൊ എനിക്ക് ആൾക്കാർ വരായിട്ടുള്ള പ്രശ്നമല്ലേ. ഇമ്മ ഉണ്ടോക്ക് ഇപ്പൊ ഉമ്മാക്ക് കല്യാണത്തിന് പോണം. പോവില്ലാന്ന് പറഞ്ഞ ഉമ്മാക്ക് കല്യാണം ഒരു പല ചോറ് കിട്ടുന്നാലും കളയണ്ടാന്ന്. ഞാൻ പറഞ്ഞു നമുക്കിന്ന് പല ചോറ് കിട്ടും നമുക്ക് കളയണ്ടാന്ന് ഞങ്ങൾ പോവുകയെന്ന്. അപ്പോഴല്ലേ ഉമ്മ സുന്ദരിയാൻ വേണ്ടി പൗണ്ട് എടുത്തിട്ട് വിട്ടുകൊടുക്കില്ല. ആ പൗണ്ടറൊക്കെ ഞാൻ കഴിച്ച് സുന്ദരനായിക്കണത്. അടിക്കാൻ വന്നിക്കണ്. ഒരു 2 മാസമായിട്ടുള്ള പൗണ്ടർ ഒന്നിച്ചിട്ടിക്കണല്ലോ. അവിടെ എന്തൊക്കെ പുതുപ്പത്തി ബ്രാഗുണ്ട്. ഇനിയിപ്പോ ഉമ്മാക്ക് എന്ത് ചെയ്യാ? ഇന്നെ കേക്കണ്ട, ചോദിക്കണ്ടട്ടാ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നെ പെരേന്ന് മണ്ടിക്കും. ഞാൻ എന്നോട് പറഞ്ഞു അങ്ങനെ പറയാണ് മോനെ. കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞാപ്പോ ഇജിപ്പോ കല്യാണക്കാരൊക്കെ എന്താ എന്റെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് സുന്ദരനാണ് പൗണ്ടറൊക്കെ ഇട്ടിട്ട്. ഒരു പെണ്ണുങ്ങള് നോക്കണില്ല, നോക്കും ചിരിക്കും. അപ്പൊ എനിക്ക് തോന്നിയതേ ഞാനിനി നിറം വെച്ചാണ്ടെങ്കിൽ നല്ല ഭംഗി വെക്കൂലേ, ഇഷ്ടപ്പെടിക്കാരോ. നോക്കും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും പല ഇതല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞാപ്പോ ഞാൻ പൗണ്ടറൊക്കെ കഴിച്ചത് മോശമായി. ആ പൗണ്ടറൊക്കെ കഴിച്ചതേ കൊണ്ടൊന്നല്ലോ. എന്നാലും ഒരു മോശമായി. ഉമ്മ പാവ എവിടുന്നോ കൊടുന്നതല്ലേ. അല്ലേ എവിടേക്ക് പോണ്? ഉമ്മ പാടില്ല. ചോറ് കഴിച്ചോ? അവനിപ്പോ എന്നെ അങ്ങനെ കൊണ്ടുപോകാനുള്ള പൗണ്ടർ ചോദിച്ചില്ലേ? പൗണ്ടറിലൊക്കെ കഴിച്ചിട്ടല്ലേ. അല്ല പോവാൻ പറ്റേ? ചോറ് കഴിച്ചാ?
ഒറ്റ അടിയും ചോറ് ചോറ് കഴിക്കാനല്ല കല്യാണത്തിന് പോണത് പെരന്ന് ചോറ് വെച്ച് തിന്നാൻ പറ്റും എന്നാ തന്നെ ഞാൻ പോയിട്ട് ഇടങ്ങാറായിക്കണം ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് പോയിട്ട് അവിടുന്ന് തിന്നാൻ പറ്റില്ല ചോറ് വെച്ചിട്ട് അങ്ങനെ ചെയ്യില്ല അമ്മ അറിയാം അങ്ങനെ ചെയ്യത് പെരന്നൊന്നും തിന്നണ്ട വെള്ളം നിറച്ച് തിന്നാൻ മതി അങ്ങനെ അമ്മ പറഞ്ഞതാണ് എന്നാ ആയിക്കോട്ടെ നിക്കണമെന്നില്ല നീ ഇമ്മ ഇപ്പൊ ഉമ്മ ഉമ്മാന്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഉമ്മാനോട് എന്തെങ്കിലും സോപ്പിട്ടിട്ട് പറയട്ടെ അല്ലെങ്കിൽ എന്താ കല്യാണത്തിന് ഇന്നെ കൊണ്ടുപോകില്ല അമ്മ ഇനിയിപ്പോ എന്നെ തീരെ കൊണ്ടുപോകില്ല ഇനിയിപ്പോ ഉമ്മക്ക് ഇടാൻ പോകണ്ടില്ലല്ലോ ഞാൻ ഉമ്മാട് പറയൂ എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഉമ്മ എന്നാ തന്നെ പറയുന്നത് എന്നോട് പറഞ്ഞ ഈ ലോകം ഭൂലോകം എല്ലാവരും അറിയുന്നു എന്നോട് പറഞ്ഞല്ലോ എന്താ കുഞ്ഞപ്പ അതിന്റെ പിന്നാലെ കൊണ്ടത് അതാണ് വേളം കേട്ടിട്ട് ഓടി വരാവുണ്ട് അന്റെ വേളം കേട്ടിട്ട് ഓടി വരാവുണ്ട് അല്ലേ പാവാണ് അതിന് കൊടുത്തിക്കണ അതിന് ചോറൊക്കെ കൊടുത്തിക്കണ് ചോറ് കൊടുത്താലും പിന്നെയും ചോദിക്കൂ ഞാന് ചോദിക്കൂല അതിന്റെ ചോറ് തിന്നണില്ലല്ലോ ചോറ് തിന്നണ്ടേ പാവാണ് കൊടുക്കണോ ആയിക്കോട്ടെ പിന്നെ കാണാം